ഹായ് നമസ്കാരം. എല്ലാവർക്കും ബിയോണ്ട് ദ വ്യൂവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്ന ടോപ്പിക്ക് യുദ്ധവും സ്വർണവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചാണ്. നമുക്കറിയാം എവിടൊക്കെ എപ്പോഴൊക്കെ യുദ്ധത്തിനെക്കുറിച്ചുള്ള വാർത്തകൾ കേൾക്കുമ്പോഴൊക്കെയും പൊതുവെ നമ്മൾ കേൾക്കുന്ന ഒന്നാണ് സ്വർണ്ണവില ഉയരുന്നു എന്ന വാർത്ത. അപ്പോൾ അതെന്താണ് അതിൻ്റെ പിന്നിൽ? നമുക്കതിലേക്ക് ചിന്തിക്കണമെങ്കിൽ കുറച്ചു കാലം ബാക്കിലേക്കൊന്ന് പോകണം. അതായത് നമ്മളൊരു രണ്ടാം ലോക മഹായുദ്ധമൊക്കെ എടുക്കുന്ന സമയത്ത് ആ സമയത്തെ സ്വർണ്ണവിലയുടെ കാര്യം നോക്കുവാണെങ്കിലും രണ്ടാം ലോക മഹായുദ്ധം സെക്കൻഡ് വേൾഡ് വാർ നടക്കുന്ന സമയത്തും സ്വർണത്തിന്റെ വില ഉയർന്നിരുന്നതായിട്ട് കാണാം. പിന്നീട് നമ്മൾ ഒരു ശീത യുദ്ധ സമയം, അതായത് നമ്മുടെ കോൾഡ് വാർ ഒക്കെ നടക്കുന്ന സമയം, USSRും തമ്മിൽ നമുക്കറിയാമല്ലോ, നേരിട്ടുള്ള ആയുധങ്ങൾ ഉപയോഗിച്ചുള്ളതല്ലാത്ത യുദ്ധം കോൾഡ് വാറിന്റെ സമയത്ത് ഒരു 1947 1947 മുതൽ 1991 വരെ ഉണ്ടായിരുന്ന ആ ഒരു കാലഘട്ടത്തിലും ഇതേപോലെ തന്നെ സ്വർണത്തിന്റെ വിലയില് കൂട്ടലും കുറയ്ക്കലും അല്ലെങ്കിൽ ആ ഒരു അപ്പ് ആൻഡ് ഡൗൺസ് നമ്മൾ കാണുകയുണ്ടായി. പിന്നീട് നമ്മൾ ഒരു 1970s 1970കളിലെ സ്റ്റാഗ്ഫ്ലേഷൻ, അതായത് ഉയർന്ന പണപ്പെരുപ്പത്തിന്റെ സമയത്തും ഇതേപോലെ സ്വർണ്ണവില ഉയർന്നിരിക്കുന്ന ഒരു സാഹചര്യം നമ്മുടെ ശ്രദ്ധയിൽപ്പെടുകയുണ്ടായിട്ടുണ്ടാവും. അത് കഴിഞ്ഞിട്ട് പിന്നെ 2008 ഫിനാൻഷ്യൽ ക്രൈസിസിന്റെയൊക്കെ സമയം, ആ സാമ്പത്തിക മാന്ദ്യത്തിന്റെയൊക്കെ സമയത്തും ഇതേപോലെ സ്വർണത്തിന്റെ വില ഉയർന്നിരിക്കുന്ന ഒരു സാഹചര്യം നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവും. എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ? ഒന്നുകിൽ യുദ്ധത്തിന്റെ സമയം, അല്ലെങ്കിൽ എന്തെങ്കിലും സാമ്പത്തിക അസ്ഥിരതകൾ നമ്മുടെ സമൂഹത്തില് ലോകത്തിലാകെ ഇങ്ങനെ പടർന്നു പിടിക്കുന്ന സമയങ്ങളിൽ ഇത്തരത്തിൽ സ്വർണത്തിന്റെ വില ഉയരുന്നത്? അതിന് ഒരു കാരണം, അല്ലെങ്കിൽ പ്രധാന കാരണം എന്ന് പറയുന്നത് ഏവരുടെയും സുരക്ഷിത നിക്ഷേപമാണ് സ്വർണം. ഏതൊരാൾക്കും ഏതൊരു സമയത്തും വാല്യൂ നഷ്ടപ്പെടാതെ തിരിച്ചു കിട്ടുമെന്ന് ഉറപ്പുള്ള, എന്നത്തെയും വിശ്വാസ്യതയുള്ള ഒരു ആസ്തിയാണ് സ്വർണം. അതുകൊണ്ടാണ് ആ സമയങ്ങളിൽ ഡിമാൻഡ് കൂടും. പ്രത്യേകിച്ച് സാമൂഹികമായ തലത്തിൽ, സാമ്പത്തികമായ തലത്തിൽ ഒരു അരക്ഷിതാവസ്ഥ നിലനിൽക്കുന്ന ഒരു ഘട്ടത്തിൽ എല്ലാവരും അവരവരുടെ നിക്ഷേപങ്ങൾ സുരക്ഷിതമാക്കാനേ നോക്കത്തുള്ളൂ. ആ ഡിമാൻഡ് കൂടും. സ്വർണത്തിന്റെ ആ സമയത്ത് എല്ലാവരും കൂടെ ഒരൊറ്റ എൻറ്റിറ്റി, ഒരൊറ്റ കൊമോഡിറ്റിയിലേക്ക് തന്നെ അവരുടെ ഇൻട്രസ്റ്റുകൾ കൊടുക്കുന്നു, അല്ലെങ്കിൽ അവരുടെ ഡിമാൻഡ് മുഴുവൻ അതിനെ പർച്ചേസ് ചെയ്ത് അവരുടെ ആസ്തിയാക്കി മാറ്റാൻ ശ്രമിക്കുമ്പം ഡിമാൻഡ് കൂടുന്നതോടുകൂടി പ്രൈസ് കൂടും. അപ്പൊ എന്തുകൊണ്ടാണ് സ്വർണത്തിന്റെ വില ഇത്രമാത്രം ഉയരുന്നത്, പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള അസ്ഥിരമായ കാലഘട്ടങ്ങളിൽ എന്ന് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലുള്ള വ്യത്യസ്തങ്ങളായ വിഷയങ്ങൾ നമ്മൾ ഇനിയും ഇവിടെ എടുക്കുന്നതായിരിക്കും.